മൊസൈക്ക് ഇന്ത്യ. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരനഗരിയായ കോട്ടയത്തിനടുത്ത് നാട്ടകത്ത് കേരള സംസ്ഥാന ഗവൺമെൻറ്റും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും ചേർന്നൊരുക്കിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതെന്ന് വിശേഷിപ്പിക്കാവുന്ന അക്ഷരം എന്ന ഭാഷാ സാംസ്കാരിക മ്യൂസിയത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുക. And literary output for Malayalam literature. Here is Mr. C.R. Venkataraman, പൂർണ്ണമായും ഭാഷണത്തിൽ ഉതകുന്ന രീതിയിലുള്ള ഭാഷ രൂപം കൊണ്ടത്. ചരിത്രം, നരവംശാസ്ത്രം, പുരാവസ്തു പഠനങ്ങൾ, നാട്ടകത്ത് MC റോഡരികിൽ SPCS എന്നറിയപ്പെടുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള 4.5 ഏക്കർ സ്ഥലത്താണ് അക്ഷരമെന്ന ഈ മ്യൂസിയം പടുത്തുയർത്തിയിട്ടുള്ളത്. 4 ഘട്ടങ്ങളിലായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ അപൂർവ മ്യൂസിയത്തിൻ്റെ 1-ാം ഘട്ടമാണിപ്പോൾ 15 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭാഷയുടെ, പ്രത്യേകിച്ച് മലയാള ഭാഷയുടെ വിവിധ പരിണാമ ദശകളെ വളരെ ലളിതമായും ഹൃദ്യമായും സന്ദർശകർക്ക് പരിചയപ്പെടുത്തുകയാണ് അക്ഷരം എന്ന് പേരിട്ടിരിക്കുന്ന ഈ മ്യൂസിയം. മാനവ സമൂഹം ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന മാധ്യമമായ ഭാഷ എങ്ങനെ രൂപപ്പെട്ടു എന്ന് വിവരിക്കുന്നൊരു 360 ഡിഗ്രി സറൗണ്ട് വീഡിയോയാണ് നമ്മളെ മ്യൂസിയത്തിനുള്ളിൽ ആദ്യം വരവേൽക്കുക. പ്രപഞ്ചമുണ്ടായിരുന്ന ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നു. പിന്നീട് സൂര്യൻ എന്ന നക്ഷത്രവും ചുറ്റും സംവിധാനം പ്രതിപ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവനാധാരമായ ന്യൂക്ലിക് ആസിഡുകൾ രൂപപ്പെട്ടു വന്നത്. ജീവന്റെ അടിസ്ഥാന ഘടകമായ കോശങ്ങൾ രൂപപ്പെട്ട് അവ ഏകകോശ ബഹുകോശ ജീവികളാക്കാൻ പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. ഇതിന്റെ തുടർ പരിണാമത്തിലാണ് ഇന്ന് കാണുന്ന ജൈവലോകം രൂപപ്പെട്ടത്. ജീവപരിണാമത്തിന്റെ ചരിത്ര പ്രക്രിയയിൽ നിന്ന് മനുഷ്യനിലേക്ക് വരാം. ഒപ്പം മനുഷ്യ ഭാഷ എങ്ങനെ രൂപപ്പെട്ടുവെന്ന് അന്വേഷിക്കും. ആൾക്കാരുടെ വർഗത്തിൽപ്പെട്ട നിവർന്നു നിൽക്കുന്ന ആസ്ട്രോഫിസിൽ നിന്നും ഹോമോസാപ്പിയൻസിലേക്കുള്ള പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഭാഷയുടെ വികാസം സാധ്യമാകുന്നത്. പ്രകൃതിക്കിടയിലുള്ള നിരന്തര ഇടപെടലുകളാണ് പ്രകൃതിയെയും മനുഷ്യ ശരീരത്തെയും മാറ്റി തീർക്കുന്നത്. മുമ്പാണ് പൂർണ്ണമായും ഭാഷണത്തിൽ ഉതകുന്ന രീതിയിലുള്ള ഭാഷ രൂപം കൊണ്ടത്. ചരിത്രം, നരവംശാസ്ത്രം, പുരാവസ്തു പഠനങ്ങൾ രൂപീകരണത്തിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ഇന്നും ഗവേഷണങ്ങൾ നടത്തി വരുന്നു. ചിത്രലിപികൾ, വട്ടെഴുത്ത്, കോലെഴുത്ത്, താളിയോലകൾ, മൃഗത്തോലിലുള്ള എഴുത്തുകൾ, കടലാസിൻ്റെ ഉത്ഭവം, മലയാള അക്ഷരമാല രൂപപ്പെട്ട രീതി, അച്ചടിയുടെ ചരിത്രം, മലയാളത്തിലെ ആദ്യകാല പുസ്തകങ്ങൾ, ദിനപത്രങ്ങൾ, മാസികകൾ, സാഹിത്യകൃതികൾ, ഇതൊക്കെ ആധുനിക ഡിജിറ്റൽ ബോർഡുകളും വീഡിയോകളും മറ്റ് സങ്കേതങ്ങളും ഉപയോഗിച്ച് ഭംഗിയായി ഒരുക്കിയിട്ടുള്ളതാണ് ഇവിടുത്തെ ഗ്യാലറികളൊക്കെയും. ഇനി അക്ഷരത്തിലെ റിസർച്ചർ മലപ്പുറം സ്വദേശി ശ്രീ M രതീഷിന്
ഈ മ്യൂസിയത്തെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം, അല്ലേ? ഹായ് രതീഷ്, നമസ്കാരം. നമസ്കാരം. അക്ഷരം മ്യൂസിയത്തെ സംബന്ധിച്ച് കേരളത്തിലെ മ്യൂസിയം നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മ്യൂസിയം സങ്കല്പങ്ങളിൽ വേറിട്ട് നിൽക്കുന്നൊരു മ്യൂസിയമായിട്ടാണ് അക്ഷരം മ്യൂസിയത്തെ പരിഗണിക്കുന്നത്. നമുക്ക് ലോകത്തിൻ്റെ മറ്റു പലയിടങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യക്കകത്ത് ആദ്യമായിട്ടാണ് ഒരു ഭാഷയ്ക്ക് വേണ്ടി ഒരു മ്യൂസിയം അല്ലെങ്കിൽ ലിപികളുടെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം സ്ഥാപിതമാകുന്നത്. ഇവിടെ മനുഷ്യഭാഷയുടെ ആരംഭം മുതൽ മലയാള ഭാഷയുടെ ഒരു സമകാലിക മുഖം വരെയുള്ള സമഗ്രമായ വിവരങ്ങളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗവേഷകരെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും സാധാരണക്കാരെ സംബന്ധിച്ചും ഭാഷയുമായി ഇടപെടാനുള്ള ഒരു വലിയൊരു അവസരം അല്ലെങ്കിൽ ലിപികളെ പരിചയപ്പെടാനുള്ള ഒരു അവസരം, നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഭാഷ എന്നുള്ള നമ്മുടെ ഒരു സങ്കേതത്തെ സമഗ്രമായ രീതിയിൽ തിരിച്ചറിയാനുള്ള അവസരം ഈ മ്യൂസിയത്തിനകത്ത് ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് മറ്റ് ഹിസ്റ്ററി, ആർക്കിയോളജി മ്യൂസിയങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് മനുഷ്യജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു മ്യൂസിയം എന്നുള്ള രൂപത്തിൽ കൂടി നമുക്ക് ഇതിനെ ഈ മ്യൂസിയത്തെ അടയാളപ്പെടുത്തി വെക്കാൻ പറ്റും. ഇരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേജ് കംപ്ലീറ്റഡ് ആയി. അതിനകത്ത് പ്രധാനമായും 4 ഗാലറികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് മനുഷ്യഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരണത്തോടു കൂടിയിട്ടാണ് മ്യൂസിയം ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് നമ്മൾ ഗുഹാചിത്രങ്ങളും ചിത്രലിപികളെയും പരിചയപ്പെടുത്തുന്ന ഗാലറികളും. ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ റിട്ടേൺ ഫോമിലുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് ഗുഹാചിത്രങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിനകത്തും എടക്കൽ, അതുപോലെ മറയൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങളുണ്ട്. ഈ ഗുഹാചിത്രങ്ങളെ വിഷ്വലി പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യമമായിട്ടാണ് മ്യൂസിയം കാണുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ലിപികളുടെ സമഗ്ര ചരിത്രത്തെ പറയുന്ന, മലയാളത്തിൽ ഫോക്കസ് ചെയ്ത് പറയുന്ന ലിപികളുടെ ഒരു ഗാലറിയും. ഗ്രന്ഥാക്ഷരങ്ങളുടെ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം കാണിക്കുന്ന ഡിജിറ്റൽ ബോർഡാണ് ഈ കാണുന്നത്. ത എന്ന ലെറ്റർ എങ്ങനെയാണ് പരിണമിച്ചതെന്ന് നമുക്കൊന്ന് കാണാം. കേരളത്തിലെ വിവിധ ആദിവാസി ഗോത്രങ്ങളുടെ ഭാഷ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളെ രീതിയിൽ തന്നെ ഞങ്ങൾ പോയതും വെന്തതും ഇരുന്നതും കിടന്നതും എല്ലാം. പക്ഷേ ഇന്നത്തെ കാലങ്ങളുമായി വന്ന കാലത്ത് നമ്മൾ 1960 ഇവിടെ മാറാവൂർ കോളേജ് സ്ഥാപിച്ചത്. 6400ഓളം ഭാഷകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഷാ ഗാലറി കൂടി ഇതിനകത്ത് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ലോകത്തുള്ള ലിപികളുടെ ചരിത്രം, അതുപോലെ തന്നെ മലയാള ഭാഷാ സാഹിത്യ ചരിത്രം, ഗദ്യ സാഹിത്യ ചരിത്രം, വൈജ്ഞാനിക സാഹിത്യ ചരിത്രം, ഇതിനെല്ലാം സമഗ്രമായി അടയാളപ്പെടുത്തുന്നതായിരിക്കും ഇനി വരും ഘട്ടങ്ങൾ. ഒരു കൺസെപ്റ്റ് ആരുടേതാണ്? ഇത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് ഈ തരത്തിലൊരു സംരംഭമായിട്ട് മുന്നോട്ട് വന്ന് ഗവൺമെന്റിനെ സമീപിക്കുന്നത്. കേരള സർക്കാരാണ് ഇതിന് വേണ്ട സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകിൽ കണ്ടന്റ് കമ്മിറ്റി, ഒരു കണ്ടന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊക്കെ. പിന്നെ പ്രധാനമായും പറയേണ്ട ഒരു ആളെന്ന് പറയുന്നത് നമ്മുടെ സഹകരണ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ വി.എൻ. വാസവനാണ്. വി.എൻ. വാസവൻ സാർ ആണ് ഇതിനകത്ത് കൂടുതലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്. ഞാൻ ചോദിച്ചത് ടെക്നിക്കൽ പാർട്ട്, ഇതിന്റെ ഒരു ഡിസൈൻ ടെക്നിക്കൽ പാർട്ട്. ഡിസൈനിങ് കേരളം മ്യൂസിയം എന്ന് പറയുന്ന ഗവൺമെന്റ് നോഡൽ ഏജൻസിയാണ് മ്യൂസിയം സെറ്റിംഗ് പാർട്ടെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള മ്യൂസിയം ആണ് മ്യൂസിയത്തിന്റെ സെറ്റിംഗ്. ഊരാളുങ്കലാണ് കൺസ്ട്രക്ഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ലോകത്തിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തെ ഭാഷാ മ്യൂസിയവുമായിട്ട് ഇതിനൊരു ഇല്ല, അങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ് നമുക്ക് മാതൃക വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. അല്ല, അല്ലാണ്ട് കണ്ടന്റ് സ്വരൂപിക്കുകയും കണ്ടന്റ് തയ്യാറാക്കുകയും ചെയ്തതിന് ശേഷം ആ കണ്ടന്റിനെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടുകൊണ്ടാണ് പിന്നെ ഡിസൈനിങ്ങിലേക്ക് പോകുന്നത്. ഇത് ഒന്നാം ഘട്ടത്തിന് 15 കോടിയാണ് ചെലവായി. ഇതാണ് ഈ മ്യൂസിയം കോംപ്ലക്സിലെ 65 പേർക്ക് ഇരിക്കാവുന്ന മിനി തിയേറ്റർ. ഇതാണ് ഇവിടുത്തെ കഫറ്റേറിയ. അക്ഷരം കോംപ്ലക്സിന് മുൻപിൽ ശില്പങ്ങളടങ്ങിയ ഭംഗിയായൊരു ലാൻഡ്സ്കേപ്പും ഒരുക്കിയിട്ടുണ്ട്. 5000 സ്ക്വയർ ഫീറ്റിൽ പരന്നു കിടക്കുന്നതാണ് ഈ അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിൻ്റെ ആദ്യഘട്ട ഗ്യാലറികൾ. ഇതിൻ്റെ അടുത്ത 3 ഘട്ടങ്ങളുടെ നിർമ്മാണം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. സാഹിത്യ പ്രവർത്തകരുടെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനമായ SPCSൻ്റെ ചരിത്രം പറയുന്നതാണ് 5ാമത്തെ ഗ്യാലറി. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരന്മാരുടെ കയ്യൊപ്പുകൾ പ്രദർശിപ്പിക്കുന്നൊരു ബോർഡും നമുക്കിവിടെ കാണാം. വിദ്യാർത്ഥികൾക്കും ഭാഷാ സാഹിത്യ പ്രേമികൾക്കും ഗവേഷകർക്കും എന്ന പോലെ സാധാരണക്കാർക്കും ഈ അക്ഷര മ്യൂസിയം ഒരുപാട് ഇഷ്ടപ്പെടുമെന്നതിന് സംശയമില്ല. അക്ഷരമെന്ന ഈ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക് ഇന്ത്യ. താങ്ക് യു. Magniloquent, optimistic, zestful, awesome, inspirational, and courageous. Let's explore together.